എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഗ്രഹങ്ങൾക്കും രാശിചക്രം ഒരു പ്രാവശ്യം വലം വയ്ക്കുവാൻ എത്ര സമയം വേണം എന്നതിനെക്കുറിച്ചാണ്. സൂര്യന് ഒരു വർഷം എടുത്തിട്ടാണ് രാശിചക്രത്തെ ഒരു തവണ വലം വയ്ക്കുന്നത്. ഒരു രാശിയിൽ ഒരു മാസമാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ നിൽക്കുന്ന രാശിയെ ആണ് മലയാള മാസത്തിൽ ആ മാസമായിട്ട് അറിയപ്പെടുന്നത്. അതായത് സൂര്യൻ മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് മേടമാസം, ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് ഇടവമാസം. അങ്ങനെ 12 മാസങ്ങൾ, അതായത് ഒരു വർഷം കൊണ്ട് സൂര്യൻ രാശിചക്രത്തെ ഒരു തവണ വലം വയ്ക്കുന്നു എന്ന് പറയാം. അതായത് രാശിചക്രത്തെ ചുറ്റാനെടുക്കുന്ന കാലയളവ്. ഇനി ചന്ദ്രൻ 27.25 ദിവസം കൊണ്ടാണ് രാശിചക്രത്തെ ഒരു തവണ വലം വയ്ക്കുന്നത്. ഒരു രാശിയിൽ ഏകദേശം 2.25 ദിവസം വരും. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ നമ്മൾ കൂറ് എന്ന് പറയാറുണ്ട്, ജനിച്ച കൂറ് എന്ന് പറയാറുണ്ട്. ഇനി ചൊവ്വ അല്ലെങ്കിൽ കുജൻ 1.5 വർഷം കൊണ്ടാണ് രാശിചക്രത്തെ ഒരു തവണ വലം വയ്ക്കുന്നത്. ഒരു രാശിയിൽ ഏകദേശം 45 ദിവസം, അതായത് 1.5 മാസം നിൽക്കും. ഇനി ബുധനും ശുക്രനും, ഈ 2 ഗ്രഹങ്ങളും സൂര്യനെ പോലെ തന്നെ ഒരു വർഷം എടുത്തിട്ടാണ് രാശിചക്രം പൂർത്തിയാക്കാറ്. ഈ 2 ഗ്രഹങ്ങളും സൂര്യനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2 രാശികൾ അധികം മാറി ഇവയെ കാണാറില്ല. അതുപോലെ തന്നെ ഒരു രാശിയിൽ ഏകദേശം ഒരു മാസമാണ് ഈ 2 ഗ്രഹങ്ങളും നിൽക്കാറ്. ഇനി വ്യാഴം 12 വർഷം എടുത്തിട്ടാണ് രാശിചക്രത്തെ ഒരു തവണ വലം വയ്ക്കുന്നത്. ഇതിനെ നമ്മൾ വ്യാഴവട്ടം എന്നൊക്കെ പറയാറുണ്ട്. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷമാണ്. ഏകദേശം ഒരു വർഷം ഒരു രാശിയിൽ വ്യാഴം ഉണ്ടാകും. 12 വർഷം കൊണ്ട് 12 രാശികളാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു രാശി. ഇനി ശനി 30 വർഷം, ഏകദേശം 30 വർഷം എടുത്തിട്ടാണ് രാശിചക്രത്തെ വലം വയ്ക്കുന്നത്. ഒരു രാശിയിൽ ഏകദേശം 2.5 വർഷം ഉണ്ടാകും. ഈ 2.5 വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കണ്ടകശനിയും 7.5 ശനിയൊക്കെ പറയാറുള്ളത്. നമ്മൾ ജനിച്ച കൂറായിട്ടുള്ള രാശിയുടെ ഇരുപുറത്തും ആ രാശിയിലും ശനി വരുമ്പോൾ 3 രാശികളായി. ഈ 3 രാശികളിലും ശനി സഞ്ചരിക്കുന്ന 7.5 വർഷക്കാലത്തെയാണ് നമ്മൾ 7.5 ശനി എന്ന് പറയുന്നത്. ഇനി രാഹുകേതുക്കളാണ്. രാഹു-കേതു ഇവ 2 പേരും 180 ഡിഗ്രി വ്യത്യാസത്തിലാണ് രാശിചക്രത്തിൽ കാണാറ്. ഇവയുടെ സഞ്ചാര സമയം ഒരുപോലെയാണ്. രാഹു എവിടെയാണോ നിൽക്കുന്നത് അതിന് കൃത്യം ഓപ്പോസിറ്റ് 180 ഡിഗ്രി വ്യത്യാസത്തിൽ കേതുവും ഉണ്ടായിരിക്കും. ഇവ 2 പേർക്കും ഏകദേശം 1.5 വർഷം വേണം ഒരു രാശിയിൽ. ഏകദേശം 18 വർഷം കൊണ്ടാണ് രാശിചക്രത്തെ ഒരു തവണ വലം വയ്ക്കുന്നത്. ഇത്രയുമാണ് രാശിയിൽ ഗ്രഹങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ട സമയം, രാശിയിലും മൊത്തം രാശിചക്രത്തിലൂടെയും. ഇവ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.